ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് CBSE ക്ലാസ് 8 ഹിന്ദി ചാപ്റ്റർ 13 ജഹാ പഹിയ ഹെ. ഈ പാഠത്തിൽ തമിഴ്നാട്ടിലെ ഗ്രാമത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത്. പഹിയ എന്ന് വെച്ചാൽ സൈക്കിൾ, ജഹാ പഹിയ ഹെ എന്ന് വെച്ചാൽ എവിടെയാണോ സൈക്കിൾ ഉള്ളത്. അപ്പോൾ ഈ പാഠത്തിലൂടെ നമുക്ക് സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സ്ത്രീകൾ സമൂഹത്തിൻ്റെ മധ്യധാരയിലേക്ക് ഇറങ്ങി വരുന്നതിനെ പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചുമെല്ലാം ഈ പാഠം പറയുന്നുണ്ട്. അപ്പോൾ സ്ത്രീകൾ ഒരുപാട് മെൻ്റലിയും ഫിസിക്കലിയും എല്ലാം അവരും ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പുതുക്കോട്ടை എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ ഒരു റിമോട്ട് വില്ലേജാണ്. അപ്പോൾ അവിടുത്തെ സ്ത്രീകൾ സൈക്കിളിൽ യാത്ര ചെയ്യുന്നതിനെക്കുറിച്ചും അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്കായി അവർ സൈക്കിൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചുമൊക്കെയാണ് ഈ പാഠത്തിൽ പറയുന്നത്. പുതുക്കോട്ടை, തമിഴ്നാടു. साइकिल चलाना एक सामाजिक आंदोलन है. कुछ अजीब सी बात है ना. അപ്പം സൈക്കിളിൽ പോവുക എന്നുള്ളത് ഒരു സാമാജിക് ആന്തോളൻ പോലെയാണ്. സാമാജിക് ആന്തോളൻ എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ മൂവ്മെൻറ്റ്. സമൂഹത്തിലെ ഒരുപാട് പേര് ഒരുമിച്ച് ഒരു കാര്യത്തിന് പ്രവർത്തിക്കുന്നതിനെയാണ് സാമാജിക് ആന്തോളൻ അല്ലെങ്കിൽ സോഷ്യൽ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. കുച്ച് അജീബ് സി ബാത് ഹേ നാ. അജീബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രേഞ്ച്. ലേക്കിൻ ചൗക്കനെ കി ബാത് നഹി ഹെ. ഈ കാര്യത്തിൽ നമ്മൾ അത്ഭുതപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. പുതുക്കോട്ടൈ ജില്ലേ की हज़ारों नवसाक्षर ग्रामीण महिलाओं के लिए यह अब आम बात है. ഇപ്പം പുതുക്കോട്ടൈ ജില്ലയിലെ ഇപ്പം റീസെൻ്റായിട്ട് പഠിച്ചിറങ്ങിയ ഗ്രാമത്തിലെ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കോമൺ കാര്യമാണ്. ആം ബാത് ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ ആയിട്ടുള്ള കാര്യം ആണ് എന്നാണ്, അതാണ് അതിൻ്റെ മീനിങ്. പിന്നെ अपने पिछड़ेपन पर लात मारने, अपना विरोध व्यक्त करने और उन जंजीरों को तोड़ने का जिनमें वे जकड़े हुए हैं, कोई न कोई तरीका लोग निकाल ही लेते हैं. कभी कभी ये तरीके अजीबो गरीब होते हैं. പിച്ചടേപ്പൻ എന്ന് വെച്ചാൽ ബാക്ക്വാർഡ്നെസ്. വിരോധ് വ്യക്ത കർണ എന്ന് വെച്ച് കഴിഞ്ഞാൽ തങ്ങളുടെ എതിർപ്പ് അറിയിക്കുക, ഓപ്പോസിഷൻ അറിയിക്കുക. ജഞ്ചീർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയിൻസ്, അതായത് അവരെ കെട്ടിയിട്ടിരിക്കുന്ന അദൃശ്യമായ ചങ്ങലയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം സ്ത്രീകൾ അവരുടെ ബാക്ക്വാർഡ്നെസ്സിൽ നിന്നും മുന്നോട്ട് വരികയും അവരുടെ ഓപ്പോസിഷൻ ഓരോയിടത്തും വ്യക്തമാക്കുകയും ചെയ്തുകൊണ്ട് അവരിലുള്ള ചങ്ങലകൾ അവർ പൊട്ടിക്കാൻ ശ്രമിക്കുകയാണ്. അതിനവർ പല വഴികൾ നോക്കും. അതാണ് കോയി തരീക്ക ലോഗ് നിക്കാൽ ദേത്തേ ഹെ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ പുറത്തു വരാനായിട്ട് അവർ എന്തെങ്കിലുമൊക്കെ വഴികൾ നോക്കും. കബി കബി ഏ തരീക്കെ അജീബോ ഗരീബ് ഹോത്തേ ഹെ. ചിലപ്പോഴൊക്കെ ഈ ഉപായങ്ങൾ വളരെ സ്ട്രേഞ്ചും ഡിഫറൻറ്റും ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഭാരത് കെ സർവാധിക് ഗരീബ് ജില്ലോ മേ സെ ഏക് ഹെ പുതുക്കോട്ടൈ. പുതുക്കോട്ടൈ എന്ന് വെച്ചാൽ ഭാരതത്തിലെ ഒരുപാട് പോറസ്റ്റ് ആയിട്ടുള്ള ജില്ലകളിൽ ഒന്നാണ്. സർവാധിക് ഗരീബ് എന്ന് വെച്ചാൽ പോവറസ്റ്റ്. പിछले दिनों यहाँ की ग्रामीण महिलाओं ने अपनी स्वाधीनता, आज़ादी और गतिशीलता को अभिव्यक्त करने के लिए प्रतीक के रूप में साइकिल को चुना है. ഗതിശീലത എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബിലിറ്റി, അഭിവ്യക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്രസ് ചെയ്യുക. അതായത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ നാളുകളായിട്ട് ഇവിടുത്തെ ഗ്രാമത്തിലുള്ള ലേഡീസ് തങ്ങളുടെ സ്വാധീനതയും, ആസാദി എന്ന് വെച്ചാൽ ഇൻഡിപെൻഡൻസ്, പിന്നെ അവരുടെ മൊബിലിറ്റി, അവരുടെ അടുത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പോകാൻ മിക്കവാറും സാധാരണ ലേഡീസിന് മറ്റുള്ള സഹായം ആവശ്യമാവുന്നുണ്ട്, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലുള്ള. അപ്പം അവർ അങ്ങനെയുള്ള, അതായത് അഭിവ്യക്തം എന്ന് വെച്ചാൽ എക്സ്പ്രസ്. അപ്പം അവരുടെ ഈ ബാക്ക്വാർഡ്നെസ്സും ബാക്ക്വാർഡ്നെസ്സിൽ നിന്നുമെല്ലാം എസ്കേപ്പ് ആയിക്കൊണ്ട് അവർക്ക് ജീവിതത്തിൽ സ്വാതന്ത്ര്യത്തോടെയും നല്ല രീതിയിൽ മൊബിലിറ്റി, അതായത് അവരുടെ സ്വാതന്ത്ര്യത്തിന് അവർക്ക് സഞ്ചരിക്കാനും അവരുടെ അതെല്ലാം എക്സ്പ്രസ് ചെയ്യാനും എല്ലാം അവരൊരു സിമ്പിളായിട്ടാണ് അവർ ഈ സൈക്കിളിനെ എടുത്തിരിക്കുന്നത്. അതായത് അവർ സൈക്കിളിൽ യാത്ര ചെയ്യുമ്പോൾ അവർ നമ്മളോട് പറയാതെ പറയുകയാണ് അവർ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കുകയാണ്, അവർക്ക് പരാശ്രയമില്ലാതെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് സഞ്ചരിക്കാൻ പറ്റും. ഇതെല്ലാം അവർ സൈക്കിൾ എന്ന സിമ്പലിലൂടെ അവർ നമ്മളോട് എക്സ്പ്രസ് ചെയ്യുന്നു. പ്രതീകം എന്ന് വെച്ചാൽ സിമ്പിൾ എന്നാണ് അർത്ഥം. ഉന്മേസെ അധികാംശ നവസാക്ഷർ ഹെ. ഈ ലേഡീസിൽ കൂടുതലും റീസെൻ്റായിട്ട് പഠിച്ചിറങ്ങിയ ആളുകളാണ്.
കാര്യം സ്ത്രീകളായാലും പഠിക്കാൻ പോകുമ്പോഴാണ് അവർക്ക് അർഹതപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. വീടിനകത്ത് തന്നെ ഇരിക്കുന്നവർക്ക് പലപ്പോഴും ഇത് മനസ്സിലാവണമെന്നില്ല. अगर हम 10 वर्ष से कम उम्र की लड़कियों को अलग कर दें तो इसका अर्थ यह होगा कि यहाँ ग्रामीण महिलाओं के 1/4 हिस्से ने साइकिल चलाना सीख लिया है और इन महिलाओं में से 70,000 से भी अधिक महिलाओं ने प्रदर्शन एवं प्रतियोगिता जैसे सार्वजनिक कार्यक्रमों में बड़े गर्व के साथ अपने नए कौशल का प्रदर्शन किया और अभी भी उनमें साइकिल चलाने की इच्छा जारी है. वहाँ इसके लिए कई प्रशिक्षण शिविर चल रहे हैं. ഇതിനകത്ത് പ്രദർശന ഏവം പ്രതിയോഗിത എന്ന് വെച്ചാൽ ഡെമോൺസ്ട്രേഷൻ ആൻഡ് കോമ്പറ്റീഷൻ, സാർവജനിക് എന്ന് വെച്ചാൽ പബ്ലിക്, പ്രശിക്ഷൺ ശിബിർ എന്ന് വെച്ചാൽ ട്രെയിനിങ്. അപ്പം ഈ ഗ്രാമത്തിൽ എന്താണ് മിക്കവാറും ഒരു ലേഡീസിൻ്റെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ അതായത് 1/4 ഹിസ്സ എന്ന് വെച്ചാൽ പാർട്ട്, 1/4 പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും സൈക്കിൾ ഓടിക്കാൻ എല്ലാവരും പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്ത് ആയിരക്കണക്കിന് മഹിളാവും എന്താണ് പ്രദർശൻ ഏവം പ്രതിയോഗിത ജैसे സാർവജനിക് കാര്യക്രമമേ, സാർവജനിക് അതായത് പബ്ലിക്കായിട്ടുള്ള പബ്ലിക് പ്രോഗ്രാമുകളിലൊക്കെ എന്താണ് ഇതിൻ്റെ എന്താണ് പ്രദർശന ഏവം ഡെമോൺസ്ട്രേഷൻ ആൻഡ് കോമ്പറ്റീഷൻ ഐറ്റമിലൊക്കെ അവർ പബ്ലിക്കായിട്ടും പങ്കെടുക്കാറുണ്ട്. അങ്ങനെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഓരോ കോമ്പറ്റീഷനും ഡെമോൺസ്ട്രേഷനും അതായത് സൈക്കിളിൻ്റെ ഇതിനെല്ലാം പങ്കെടുക്കാനും മുന്നോട്ട് വരുന്നുണ്ട്. ആ നാട്ടിലെ 4/1 സ്ത്രീകളും സൈക്കിളും ചവിട്ടാൻ പഠിച്ചിട്ടുണ്ട്. അപ്പം അവരതിലെല്ലാം വളരെ അഭിമാനത്തോടു കൂടിയാണ് അവർ പങ്കെടുക്കുന്നത്. കാര്യം ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് ഈ സൈക്കിൾ ഓടിക്കുന്നതിനുള്ള ആഗ്രഹം നല്ല രീതിയിൽ ഉണ്ട്. വഹ ഇസ്കേലി അപ്പം അവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ട് അവിടെ എന്താണ് പ്രശിക്ഷൺ ശിബിർ എന്ന് വെച്ചാൽ ട്രെയിനിങ് ക്യാമ്പുകളും സംഘടിപ്പിക്കുന്നുണ്ട്. ग्रामीण पुदुकोट्टे के मुख्य इलाकों में अत्यंत रूढ़िवादी पृष्ठभूमि से आई युवा मुस्लिम लड़कियां सड़कें में अपनी साइकिलों पर जाती हुई दिखाई देती हैं. रूढ़िवादी पृष्ठभूमि എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസർവേറ്റീവ് ബാക്ക്ഗ്രൗണ്ട്, അതായത് പഴയ പരമ്പരാഗത ചിന്തയും കൺസർവേറ്റീവായിട്ട് ജീവിക്കുന്ന ഏരിയയിൽ നിന്ന് വരുന്ന മുസ്ലിം പെൺകുട്ടികളും ഇപ്പോൾ എന്താണ് സൈക്കിളിൽ യാത്ര ചെയ്യുന്നത് കാണാറുണ്ട്. അപ്പോൾ ഈ പുതുക്കോട്ടയിൽ ചില ഏരിയാസിൽ കൺസർവേറ്റീവായിട്ട് ഉള്ള മുസ്ലിങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ നിന്ന് പോലും പെൺകുട്ടികൾ സൈക്കിളിൽ സഞ്ചരിക്കാറുണ്ട്. ജമീല ബീവി നാമക് ഏക് യുവതി ने जिसने साइकिल चलाना शुरू किया है मुझसे कहा यह मेरा अधिकार है, अब हम कभी भी कहीं भी जा सकते हैं. അപ്പം ജമീല ബീബി എന്ന് പറയുന്നൊരു യുവതി ഇപ്പോൾ ഈ ഇടയ്ക്കാണ് സൈക്കിൾ ഓടിക്കാൻ തുടങ്ങിയത്. അപ്പോൾ പുള്ളിക്കാരി പറയുന്നത് എന്താണ്, യഹ് മേരാ അധികാർ ഹെ, ഇതെൻ്റെ അധികാരമാണ്. അപ്പം കഹി ബി ജാ സക്തി, ഇപ്പോൾ എനിക്ക് എവിടെ വേണമെങ്കിലും പോകാം, എൻ്റെ ഇഷ്ടത്തിന് പോകാം. അബ് ഹമേ ബസ് കാ ഇന്തസാർ നഹി കർണ പഡ്ത. ഇന്തസാർ എന്ന് വെച്ചാൽ കാത്തിരിപ്പ്, എനിക്കിപ്പോൾ ബസ്സിന് വേണ്ടിയുള്ള കാത്തിരിപ്പിൻ്റെ ആവശ്യമില്ല. മുझे पता है कि जब मैंने साइकिल चलाना शुरू किया तो लोग ഫക്തിയാം കസ്തെത്തി. ഫക്തിയാം കസ്ത എന്ന് വെച്ചാൽ പല്ലിറുമ്മിക്കൊണ്ട് ദേഷ്യം പ്രകടിപ്പിക്കുന്നതിനാണ് ഫക്തിയാം കസ്ന എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഈ യുവതി ജമീല ബീവി എന്ന യുവതി പറയുകയാണ്, മുझे पता है, അവൾക്കറിയാം, അവൾ സൈക്കിൾ ചലാന ശുരു കർണ എന്ന് വെച്ചാൽ സൈക്കിൾ ഓടിക്കാൻ തുടങ്ങിയപ്പോൾ ആളുകളൊക്കെ അവളുടെ നേരെ പല്ല് ഇറുമിക്കൊണ്ട് അവളുടെ രോഷം പ്രകടിപ്പിച്ചിരുന്നു. ലേക്കിൻ मैंने उस पर कोई ध्यान नहीं दिया. പക്ഷേ ജമീല ബീവി അതൊന്നും മൈൻഡ് ചെയ്തില്ല. फातिमा एक माध्यमिक स्कूल में पढ़ाती है और उन्हें साइकिल चलाने का ऐसा चाव लगा है कि हर शाम आधा घंटे के लिए किराए पर साइकिൾ लेती है. ഇപ്പോൾ ഫാത്തിമ എന്ന് പറയുന്നത് ഒരു മാധ്യമിക് സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. ഉന്നെ സൈക്കിൾ ചലാനേക്ക ബഹുത് ചാവ് എന്ന് വെച്ചാൽ ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ആ ആഗ്രഹം കൊണ്ട് അവരെന്ത് ചെയ്യും, ഹർഷാം എല്ലാ ദിവസവും വൈകുന്നേരം ആധാ കണ്ടേ അരമണിക്കൂറത്തേക്ക് കിരായപ്പർ സൈക്കിളിലെ, കിരാന എന്ന് വെച്ചാൽ വാടകയ്ക്ക് എടുക്കുക, കിരായപ്പർ സൈക്കിൾ ലേന എന്ന് വെച്ചാൽ വാടകയ്ക്ക് സൈക്കിൾ എടുക്കും. അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം ഫാത്തിമ വാടകയ്ക്ക് സൈക്കിൾ എടുത്തുകൊണ്ട് സൈക്കിൾ ചവിട്ടാറുണ്ട്. एक नई साइकिल खरीदने की उनकी हैसियत नहीं है. ഫാത്തിമയ്ക്ക് ഒരു പുതിയ സൈക്കിള് മേടിക്കാനുള്ള
ഒരു സാഹചര്യമില്ല, അതിനുള്ള പൈസയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് സൈക്കിൾ ചവിട്ടാനുള്ള ആഗ്രഹം വാടകയ്ക്ക് സൈക്കിൾ എടുത്ത് ചെയ്യുന്നത്. फातिमा ने बताया कि साइकिल चलाने में एक ख़ास तरह की आज़ादी है. അപ്പോൾ ഈ സൈക്കിൾ ഓടിക്കുമ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള ഇൻഡിപെൻഡൻസ് ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നല്ല ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഹമേ കിസി പർ നിർഭർ നഹി രഹന പടുത്ത. അപ്പോൾ നമുക്ക് ഒന്നിനോടും ഒരു പേടി തോന്നത്തില്ല. നിർഭർ എന്ന് വെച്ചാൽ പേടിയില്ലാത്ത അവസ്ഥ. ഒന്നിനോടും നമുക്കൊരു പേടി തോന്നത്തില്ല. മൈ കബി ഇസേ നഹി ചോടുങ്ക. ഞാൻ ഒരിക്കലും ഈ സൈക്കിൾ ഓടിക്കുന്നത് നിർത്തത്തില്ല. जमीला, फातिमा और उनके मित्र अवखनी इन सब उम्र 20 वर्ष के आसपास है और इन्होंने अपने समुदाय की अनेक युवतियों को സൈക്കിൾ ചലാന സിക്കായ ഹെ. അതായത് ഈ പെൺകുട്ടികളുടെയൊക്കെ വയസ്സ് 20 വയസ്സിന് അടുത്തടുത്താണ്. അപ്പോൾ ഇവർ അവരുടെ തന്നെ സമുദായത്തിലെ ബാക്കി യുവതികളെ എല്ലാവരെയും അവർ സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. इस जिले में साइकिल की धूम मची हुई है. इसकी प्रशंसकों में है महिला खेतिहर मजदूर, पत्थर खदानों में मजदूर करने वाली औरतें और गाँवों में काम करने वाली नर्सें. അപ്പോൾ ഈ ജില്ലയിൽ സൈക്കിളിൻ്റെ ഭയങ്കര പ്രചാരമാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രശംസകർ, അതായത് ഇതിനൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നവരാരൊക്കെയാണ്? മഹിളാ കേത്തിഹർ മസ്ദൂർ, അതായത് അഗ്രികൾച്ചർ വർക്ക് ചെയ്യുന്ന ലേഡീസ്. കേത്തിഹർ മസ്ദൂർ എന്ന് വെച്ചാൽ അഗ്രികൾച്ചർ വർക്ക് ചെയ്യുന്ന ലേബറേഴ്സ്. അപ്പോൾ അതിൻ്റെ ആ ലേബറേഴ്സിലെ ലേഡീസ്, അതാണ് മഹിള കേത്തിഹർ മസ്ദൂർ. പത്തർ കഥാനുമേ മസ്ദൂരി കർണേ വാലി, അതായത് സ്റ്റോൺ ക്വാറീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ലേഡീസ്. ഗവൺമെൻറ് കാം കർണേ വാലി നേഴ്സ്, ഗ്രാമപ്രദേശങ്ങളിൽ വർക്ക് ചെയ്യുന്ന നേഴ്സന്മാർ. അപ്പോൾ ഇവരെല്ലാവരും സൈക്കിൾ ഉപയോഗിക്കുന്നുണ്ട്. ബാലവാടി അവർ അംഗൻവാടി കാര്യകർത്ത, ബാലവാടിയിലെ അംഗൻവാടിയിലെ വർക്കേഴ്സ്. बेश कीमती पत्थरों को तराशने में लगी औरतें, അതായത് എന്താണ് ഈ സ്റ്റോണൊക്കെ കാർവ് ചെയ്ത് ഓരോന്നുണ്ടാക്കുന്ന വർക്ക് ചെയ്യുന്ന ലേഡീസ്. और സ്കൂൾ की അധ്യാപികയും, സ്കൂളിലെ അധ്യാപികമാർ. ഈ സൈക്കിൾ കാ ജംകർ ഇസ്തമാൽ കർ രഹി ഹെ, ഇവരെല്ലാവരും സൈക്കിള് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ग्राम सेविकाएं और दोपहर का भोजन पहुंचाने वाले औरत भी पीछे नहीं है. ഗ്രാമസേവികകളും ഉച്ചയ്ക്ക് ഓരോ സ്ഥലത്ത് ഭക്ഷണം എത്തിക്കുന്ന ലേഡീസും ആരും ഈ സൈക്കിൾ ഉപയോഗിക്കുന്ന കാര്യത്തിൽ പുറകിലല്ല. ഇവരെല്ലാവരും, അതായത് സമൂഹത്തിൻ്റെ നാനാതുറയിൽ വർക്ക് ചെയ്യുന്ന ലേഡീസ് എല്ലാവരും സൈക്കിൾ ഉപയോഗിക്കുന്നുണ്ട്. सबसे बड़ी संख्या उन लोगों की है जो अभी नवाक्षर हुई है. അപ്പോൾ ഈ ഉപയോഗിക്കുന്ന ലേഡീസിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എന്താണ്? ഇവർ റീസെൻ്റായിട്ട് പഠിച്ചിറങ്ങിയ ലേഡീസാണ് കൂടുതലും ഈ സൈക്കിൾ ഉപയോഗിക്കുന്നത്. जिस किसी नवसाक्षर अथवा नई नई साइकिल चलाने वाली महिला से मैंने बातचीत की, उसने साइकिल चलाने और अपनी व्यक्तिगत आज़ादी के बीच एक सीधा संबंध बताया. അപ്പം ഒരിക്കൽ എന്താണ് നവസാക്ഷരായിട്ടുള്ളതും പുതിയതായിട്ട് സൈക്കിൾ ഓടിക്കാൻ പഠിച്ച ഒരു ലേഡിയുടെ അടുത്തും സംസാരിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. എന്താണ്? ഈ സൈക്കിൾ ഓടിക്കുമ്പോഴും അവർക്ക് ഫീൽ ചെയ്യുന്ന എന്താണ്? അവരുടെ പേഴ്സണലായിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻസും ഈ സൈക്കിൾ ഓടിക്കുന്നതും തമ്മിലൊരു ബന്ധമുണ്ടെന്ന് തോന്നും. അപ്പോൾ അവർക്ക് സൈക്കിൾ ഓടിക്കുമ്പോൾ അവർ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് അവർക്ക് അങ്ങനെ ഒരു ഫീലിംഗ് കൂടെ അതിൻ്റെ കൂടെ വരും. അപ്പോൾ ഈ സൈക്കിളിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. സൈക്കിൾ ഓടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫിസിക്കലി മാത്രമല്ല മെൻ്റലിയും ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നൊരു കാര്യമാണ് അവിടുത്തെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. സൈക്കിൾ ആന്തോളൻ കെ ഏക് അഗുവ ക കഹ്ന ഹെ. അഗുവ എന്ന് വെച്ചാൽ ലീഡർ. അപ്പം ഈ സൈക്കിൾ സോഷ്യൽ മൂവ്മെൻറ്റിൻ്റെ ഒരു ലീഡറിന് പറയാനുള്ളൊരു കാര്യമാണ് പറയുന്നത്. എന്താണ്? മുഖ്യ ബാത് യേ ഹെ കി ഇസ് ആന്തോളൻ ने महिलाओं को बहुत आत्मविश्वास प्रदान किया है. അപ്പം ഈ മൂവ്മെൻറ്റ് സ്ത്രീകൾക്ക് ഒരുപാട് ആത്മവിശ്വാസം കൊടുത്തു. महत्वपूर्ण ये है कि इसने पुरुषों पर भी उनकी निर्भरता कम कर दी है. അപ്പോൾ ഇത് ആണുങ്ങളോടുള്ള അവരുടെ പേടി എന്താണ്? പുരുഷോं पर उनकी നിർഭരത കം കർ रही है. അപ്പോൾ ആണുങ്ങളോടും അവർക്ക് ആ രീതിയിൽ നിൽക്കാനുള്ള ഒരു കഴിവുണ്ടായി. अब हम प्रायः देखते हैं कि कोई औरत अपनी साइकिल पर 4 किलोमीटर तक की दूरी आसानी से तय कर पानी लाने जाती है. ഇപ്പോൾ വെള്ളം കൊണ്ടുവരാൻ സുഖമായിട്ട് അവർ 4 കിലോമീറ്റർ ദൂരം സൈക്കിൾ ചവിട്ടിപ്പോയി കൊണ്ടുവരും. കബി കബി സാത്ത് മേ
उसके बच्चे भी होते हैं. ചിലപ്പോഴൊക്കെ അവരുടെ കൂടെ അവരുടെ മക്കളും ഉണ്ടാകും. यहाँ तक कि साइकिल से दूसरे स्थानों से सामान ढोने की व्यवस्था भी खुद ही की जा सकती है. അപ്പം അതായത് എന്താണ് വേറെ സൈക്കിൾസ് ദൂസരെ സ്ഥാനംസ് സാമാൻ, അതായത് വേറെ സ്ഥലങ്ങളിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവരുന്നതും പോകുന്നതും എല്ലാം ഈ സൈക്കിൾ ഉണ്ടെങ്കിൽ സ്ത്രീകൾക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യും. ഖുദ് കർണ എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് ചെയ്യുക. लेकिन यकीन मानिए जब इन्होंने साइकिल चलाना शुरू किया तो इन पर लोगों ने जमकर प्रहार किया जिसे इन्हें झेलना पड़ा. അപ്പം ഈ സ്ത്രീകളെല്ലാവരും സൈക്കിൾ ചവിട്ടി കൊടുത്ത് തുടങ്ങിയപ്പോൾ ആളുകൾ ഇവരുടെ അടുത്ത് ഭയങ്കരമായിട്ട് ഭയങ്കര മോശമായിട്ടാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. അപ്പം അത് അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടും, അവർക്ക് ഒരുപാട് ജയിലിനെന്ന് വെച്ചാൽ എൻഡ്വർ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാക്കി. അപ്പം അവർക്ക് അതിനെല്ലാം തരണം ചെയ്ത് വരേണ്ടി വന്നു. ഗന്ദി ഗന്ദി ടിപ്പണിയോ കി ഗയി ലേക്കിൻ ധീരെ ധീരെ സൈക്കിൾ ചലാനേക്കോ സാമാജിക് സ്വീകൃതി മിലി. വളരെ മോശമായ വർത്തമാനങ്ങളും എല്ലാം ഉണ്ടായി. പക്ഷേ പതുക്കെ പതുക്കെ സൈക്കിളിന് ഒരു സാമൂഹികമായിട്ടുള്ള സ്വീകാര്യത കിട്ടി. ഇസ്ലിയെ സാമാജിക് സ്വീകൃതി എന്ന് വെച്ചാൽ സാമൂഹികമായിട്ടൊരു സ്വീകാര്യത. ഇസ്ലിയെ മഹിളാവുനെ ഇസെ അപ്നാലിയ. അങ്ങനെ അതുകൊണ്ട് ലേഡീസ് ഈ സൈക്കിളിനെ അഡ്മിറ്റ് ചെയ്തു. സൈക്കിൾ പ്രശിക്ഷൺ ശിവിർ ദേഖ്ന ഏക് അസാധാരണ അനുഭവം. സൈക്കിളിൻ്റെ ട്രെയിനിങ് ക്യാമ്പ് കാണുന്നത് ഒരു അസാധാരണമായ ഒരു അനുഭവമാണ്. കിലാകുരിശി ഗാവ് മേ സഭി സൈക്കിൾ സീഖ്നെ വാലെ മഹിളായെ രവിവാർ കോ ഇക്കട്ടി ഹുയി തി. ഇപ്പോൾ കിലാകുരിശി ഗ്രാമത്തിൽ സൈക്കിൾ ഓടിക്കുന്ന എല്ലാ ലേഡീസും ഞായറാഴ്ച ഒരുമിച്ച് കൂടും. സൈക്കിൾ ചലാനെ കെ ആന്തോളൻ കെ സമർത്ഥൻ മേ ऐसे आवेग देखकर कोई भी हैरान हुए बिना नहीं रह सकता. അപ്പം ഈ ഒരു മൂമെൻറ്റിനകത്ത് ആ സൈക്കിള് ചവിട്ടിക്കൊണ്ടുള്ള അവരുടെ ആ ഒരു ഇൻട്രസ്റ്റും എല്ലാം നമുക്ക് വളരെ അത്ഭുതത്തോടു കൂടിയേ നോക്കി കാണാൻ പറ്റത്തുള്ളൂ. ഉനി ഇസേ സീഖ്ന ഹി ഹെ. അവർക്ക് ഇത് പഠിക്കാനുള്ള ഭയങ്കരമായിട്ടുള്ള ത്വരയാണുള്ളത്. സൈക്കിളിനെ ഉനെ പുരുഷോं द्वारा थोपे गए दायरे के अंदर रोजमर्रा की किसी पिटी चर्चा से बाहर निकलने का रास्ता दिखाया. അപ്പം സൈക്കിൾ എന്താണ്, അവരെ വീട്ടിൽ അടച്ചിട്ട് പുറത്തുനിന്നെല്ലാം അടച്ചിട്ടിട്ട് ജീവിച്ചൊരു സാഹചര്യത്തിൽ നിന്നും അവരെ പുറത്തേക്കുള്ള ഒരു വഴിയാണ് സൈക്കിള് കാണിച്ചു കൊടുത്തത്. അപ്പം പണ്ടെന്താ, ആണുങ്ങൾ പുറത്തു പോകും, അവരധ്വാനിച്ച് അവർ പൈസ കൊണ്ടുവരും. അപ്പോൾ പെണ്ണുങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്ന് അവർക്കൊന്നിനും ഒരു സ്വാതന്ത്ര്യം, പൈസയ്ക്കായാലും മറ്റൊന്നും സ്വാതന്ത്ര്യമില്ല. ആണുങ്ങൾ മേടിച്ചുകൊണ്ട് കൊടുക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ സൈക്കിൾ വന്നപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് തന്നെ അവർക്കറിയാവുന്ന രീതിയിലുള്ള ബിസിനസ്സും അവർക്കറിയാവുന്ന രീതിയിലുള്ള കൊച്ചു കൊച്ചു ജോലികളും ഒക്കെ അവർക്ക് ചെയ്ത് അവരുടേതായ ഒരു സേവിങ്സ് ലേഡീസിന് ഉണ്ടാക്കാനും പറ്റി. അവർക്ക് ആണുങ്ങളുടെ ഒരു സഹായമില്ലാതെ അവർ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റായി. അങ്ങനെയെല്ലാം ഒരുപാട് ഗുണങ്ങളുണ്ടായി. ഈ നവ സൈക്കിൾ ചാലക് ഗാനി ബി ഗാത്തി ഹെ. അപ്പം ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുന്ന ഈ സൈക്കിളിലെ ലേഡീസ് പാട്ടും പാടും. ഉൻ ഗാനോമേം സൈക്കിൾ ചലാനിക്കോ പ്രോത്സാഹൻ ദിയാ ഗയാ ഹെ. ആ പാട്ടുകളിൽ സൈക്കിൾ ഓടിക്കാനുള്ള പ്രോത്സാഹനം കൊടുക്കും. इनमें से एक गाने की पंक्ति का भाव है, ओ बहिना आ सीखे സൈക്കിൾ घूमे समय के पहिए संग. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഓടി ഈ പാട്ടുകളിലൂടെയൊക്കെ അവർ പറയുന്നത് എന്താണ്, സഹോദരിമാരെ വരൂ, സൈക്കിൾ ഓടിക്കാൻ പഠിക്കൂ, നമുക്കെല്ലാം കൂടെ ഒരുമിച്ച് ഈ സൈക്കിൾ ഓടിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ഭാവങ്ങൾ പ്രകടമാക്കുന്ന രീതിയിലുള്ള പാട്ടുകളാണ് ഈ ലേഡീസ് പാടുന്നത്. जिन्हें साइकिल चलाने का प्रशिक्षण मिल चुका है उनमें से बहुत बड़ी संख्या में साइकिल सीख चुकी महिलाएं अभी नई नई साइकिल सीखने वाली महिलाओं को भरपूर सहयोग देती है. അപ്പം ഇതിനകത്ത് ചിലർ സൈക്കിൾ ഓടിക്കാനുള്ള ട്രെയിനിങ് കിട്ടിയ ലേഡീസ്, അതാണ് ജിന്മേ സൈക്കിൾ ചലാനെ കാ പ്രശിക്ഷൺ മിൽ ചുക്കാ ഹെ ഉൻമേ സെ ബഹുത്ത് ബഡി സംഖ്യ. അവരിൽ ഒരുപാട് ആളുകൾ സൈക്കിൾ സീഖ് ചുക്കി മഹിളായെ, അതായത് അവരുടെ സൈക്കിൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ ലേഡീസ് അബി
ഇപ്പോൾ നയി നയി സൈക്കിൾ സീക്കിനെ വാലെ ഇപ്പോൾ പുതിയതായിട്ട് സൈക്കിൾ പഠിക്കാൻ പോകുന്ന ലേഡീസിനും ഒരുപാട് സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം ഒരിക്കൽ പഠിച്ച് ഇതായവർ ബാക്കിയുള്ളവരെയും കൂടി പഠിക്കാനായിട്ട് സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. उनमें यहाँ न केवल सीखने सिखाने की इच्छा दिखाई देती है, बल्कि उनके बीच यह उत्साह भी दिखाई देती है कि सभी महिलाओं को സൈക്കിൾ ചലാന സീക്കന ചാഹിയെ. അപ്പം അവർക്ക് ഇത് പഠിക്കുന്നതും പഠിപ്പിക്കുന്നതിൻ്റെയും ഉള്ളൊരാഗ്രഹം മാത്രമല്ല, അപ്പം അവരിൽ മറ്റൊരു ഉത്സാഹം കൂടെ. എന്താണ്? ഈ സൈക്കിൾ നിങ്ങൾ എന്തായാലും പഠിക്കേണ്ട കാര്യമാണ്. അത് ഉത്സാഹത്തോടെ എല്ലാവരും അത് പഠിച്ചിരിക്കേണ്ട കാര്യമാണെന്നൊരു ഉത്സാഹത്തോടു കൂടിയാണ് ഓരോ ലേഡീസും പഠിക്കുകയും പഠിപ്പിക്കാനും പോകുന്നത്. 1992 में अंतर्राष्ट्रीय महिला दिवस के बाद अब यह जिला कभी भी पहले जैसा नहीं हो सकता. ഇപ്പം 1992 ഇൻ്റർനാഷണൽ ലേഡീസ് ഡേക്ക് ശേഷം ഈ ജില്ല പഴയ പോലെ ഒന്നുമല്ല. ഹാൻഡിൽ പർ ചണ്ടിയാ ലഗായി, ഹാൻഡിലിൽ ഫ്ലാഗൊക്കെ വെച്ച്, ഘണ്ടിയാ ബജാത്തെ, ബെല്ലടിച്ച്, സൈക്കിൾ പർ സവാർ, സൈക്കിൾ ഓടിച്ചുകൊണ്ട് 1500 മഹിളാവുനെ പുതുക്കോട്ടയിൽ മേ തൂഫാൻ ലാദിയ. 1500 ലേഡീസ് പുതുക്കോട്ടയിൽ ഒരു കൊടുങ്കാറ്റ് പോലെയാണ് വന്നത്. महिलाओं की साइकिल चलाने की इस तैयारी ने यहाँ रहने वाले को हक्का बक्का कर दिया. അപ്പം മഹിളകൾക്ക് എന്താണ് ഈ ഒരു സൈക്കിൾ ഓടിക്കാനുള്ള ഈ ഒരു ഒരുക്കങ്ങളും ഇതുമെല്ലാം ആളുകളിൽ ഒരുപാട് വണ്ടർ ക്രിയേറ്റ് ചെയ്തു. ഹക്ക ബക്ക എന്ന് വെച്ചാൽ വളരെ സർപ്രൈസ് ആകുക, വണ്ടർ ആകുക, അല്ലെങ്കിൽ ബിവിൽഡേർഡ് ആകുക എന്നൊക്കെ പറയും. इस सारे मामले पर पुरुषों की क्या राय है? इसके पक्ष में 8 साइकिल्स के मालिक को तो रहना ही था. അപ്പോൾ ഇതിനകത്ത് ആണുങ്ങൾക്കും ചില ആണുങ്ങൾക്ക് ഇവരുടെ കൂടെ നിൽക്കുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ. അതിലൊരു ഉദാഹരണമാണ് എന്താണ്? 8 സൈക്കിൾസ് എന്ന കടയുടെ ഉടമ. इस अकेले डीलर के यहाँ लेडी साइकिल की बिक्री में साल भर के अंदर काफ़ी वृद्धि हुई. അപ്പം ഈ 6 സൈക്കിൾസ് എന്ന് വെച്ചാൽ എൻ്റെ ഉടമയെന്ന് പറഞ്ഞാൽ ഒരു സൈക്കിൾ ഡീലറാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കടയിൽ ലേഡി സൈക്കിളിൻ്റെ ബിക്രി എന്ന് വെച്ചാൽ സെയില് സാൽ ഭർ കെ അന്തർ, ഒരു വർഷത്തിനകം തന്നെ ഭയങ്കരമായിട്ടങ്ങ് കൂടി. ഈ ഒരു സോഷ്യൽ മൂവ്മെൻറ്റ് വന്നതോടുകൂടി. माना जा सकता है कि इस आंकड़े को 2 कारण से कम करके आंका दिया. അപ്പം അദ്ദേഹം പക്ഷേ അത് ഫുള്ളി എന്താണ് ഒത്തിരി കണക്ക് കുറച്ചാണ് പറയുന്നത്. കാര്യം എന്താണ്? पहली बात यह है कि ढेर सारी महिलाओं ने लेडी साइकिल का इंतज़ार नहीं कर सकती, जन साइकिल खरीदने लगी. അപ്പം ലേഡീസൊക്കെയാണ് ഈ ലേഡി സൈക്കിളിന് തീർന്നു കാര്യം അത്രത്തോളം മേടിച്ചുകൊണ്ടിരിക്കും. അപ്പം ഇനി അടുത്ത വരുന്നിടം വരെ പോലും ആളുകൾക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യാവില്ല. അപ്പോൾ ജെൻ സൈക്കിളിനുള്ളത് ഓർഡർ കൊടുത്തു. दूसरे उस डीलर ने बड़ी सतर्कता के साथ यह जानकारी मुझे दी थी. उसे लगा कि मैं बिक्री कर विभाग का कोई आदमी है. പിന്നെ പുള്ളി ഇതിൻ്റെ അക്കൗണ്ട്സൊക്കെ സെയിലൊക്കെ അത്ര പുറത്ത് വിടാതിരിക്കാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ലേഖകൻ ഇദ്ദേഹത്തെ കണ്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് തോന്നി ലേഖകൻ ഈ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഏതോ ഒരു ഉദ്യോഗസ്ഥനാണെന്ന്. അപ്പം അദ്ദേഹം വളരെ അലേർട്ടായിട്ടാണ് ആ സൈക്കിളിൻ്റെ വിൽപ്പനയെക്കുറിച്ചും ആ ഡീറ്റെയിൽസും ഒക്കെ ഒന്ന് പറഞ്ഞത്. खुदमी अन्नामलाई की चिलचिलाती धूप में एक अद्भुत दृश्य की तरह पत्थर के खदानों में दौड़ती भागती 22 वर्षीय मनोरमणि को लोगों ने साइकिल सिखलाते देखा. അപ്പം ഈ കുതുമി അണ്ണാമല അതായത് ഈ മൗണ്ടൻ റേഞ്ചിലുള്ള ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സൂര്യൻ്റെ വെയിലിലും ഒരു അത്ഭുത ദൃശ്യം കണ്ടു. എന്താണ്? ഈ ചൂടത്തും പത്തർക്കെ കഥാനം സ്റ്റോൺ ക്വാറികളിൽ ഓടി നടന്നുകൊണ്ട് 22 വർഷീയ മനോർമണി, 22 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22, ഒരു 22 ഇയർ അത്രയും ഓൾഡായിട്ടുള്ള 22 വയസ്സുള്ള ഒരു പെൺകുട്ടി മനോർമണി ആളുകളെ സൈക്കിൾ പഠിപ്പിക്കുന്നത് കണ്ടു. उसने मुझे बताया हमारा इलाका मुख्य शहर से कटा हुआ है,
അപ്പോൾ അവൾ പറഞ്ഞു അവളുടെ ഏരിയ മെയിൻ സിറ്റിയുമായിട്ട് കട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു ഡയറക്റ്റ് ട്രാൻസ്പോർട്ടിംഗ് ഫെസിലിറ്റി ഇല്ല എന്നാണ് അതിനർത്ഥം. यहाँ जो साइकिल चलाना जानते हैं ഉൻകി ഗതിശീലത ബഡ് ജാതി ഹെ. അപ്പോൾ ഈ ഏരിയയിൽ സൈക്കിൾ ഓടിക്കാൻ പറ്റുന്നവർക്ക് അവരുടെ മൊബിലിറ്റി നല്ല രീതിയിൽ, മൊബിലിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്ന സമയത്ത് ഉദ്ദേശിക്കുന്നിടത്ത് പെട്ടെന്ന് ബസ്സും ഓട്ടോയും ഒന്നും കാത്തു നിൽക്കാതെ അവർക്ക് ചെല്ലാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ടൈം ലാഭിക്കുക. അവർ ടൈം ലാഭിക്കുക എന്ന് വെച്ചാൽ എന്താണ്, അവരുടെ വർക്ക് കൂടുതൽ എഫിഷ്യൻ്റ് ആവുകയാണ്. അപ്പോൾ അതാണ് എനിക്ക് ഗതിശീലത, അവരുടെ മൊബിലിറ്റി क्वालिटी കൂടും. साइकिल चलाने के बहुत निश्चित आर्थिक निहितार्थ है. इससे आय में वृद्धि हुई है. यहाँ की कुछ महिलाएं अगल बगल के गांवों में कृषि संपत्ति अथवा अन्य उत्पाद बेच आती हैं. അപ്പം ഈ സൈക്കിൾ ഓടിക്കുന്നത് കൊണ്ട് നിശ്ചിത് ആർത്തിക് എന്ന് വെച്ചാൽ എന്താണ്, മണി, അതായത് അവർക്ക് ലേഡീസിന് ഒരു മണി സേവിങ് ഓപ്പർച്യൂണിറ്റി കൂടി സൈക്കിളിലൂടെ കിട്ടുന്നുണ്ട്. അതെങ്ങനെയാണ്? അപ്പം യഹാക്കി കുച്ച് മഹിള, ഇവിടുത്തെ കുറച്ച് ലേഡീസ് അഗൽ ബഗൽ കെ ഗാവോം മേ, അതായത് അടുത്തടുത്തുള്ള ഗ്രാമങ്ങളിൽ കൃഷി സാധനങ്ങൾ അല്ലെങ്കിൽ കൃഷിയുടെ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളതൊക്കെ അവിടെ കൊണ്ടുവന്ന് സൈക്കിളിൽ കൊണ്ടുവന്ന് വിൽക്കും. അപ്പോൾ ഇവർ വീട്ടിലിരുന്ന് ഇതുവെല്ലാം നടക്കുമോ? ഈ സൈക്കിൾ ഉണ്ടായതുകൊണ്ട് അവർക്ക് അടുത്തടുത്തുള്ള ഗാവുകളിലും ഗ്രാമങ്ങളിൽ അവരുണ്ടാക്കുന്ന കൃഷി സാധനങ്ങൾ അവർക്ക് കൊണ്ടുപോയി വിൽക്കാം. അപ്പോൾ അതിൽ നിന്നും അവർക്ക് പൈസ ഉണ്ടാക്കാം. സൈക്കിൾ की वजह से बसों के इंतजार में व्यय होने वाला उनका समय बच सकता है. അപ്പോൾ ഈ സൈക്കിളിൽ പോകുന്നതുകൊണ്ട് ഈ സാധനങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടി അല്ല ബസ്സിലോ ഒക്കെ യാത്ര ചെയ്യേണ്ടി വരും. അപ്പോൾ ബസ്സിനൊക്കെ കുറേ നേരം കാത്തിരിക്കേണ്ടി വരും. റിമോട്ട് ഏരിയാസിലൊക്കെ ആണെങ്കിൽ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ അവർക്ക് അത്രയും സമയം അവർക്ക് ലാഭിക്കാം. ഖരാബ് परिवहन व्यवस्था वाले स्थानों के लिए तो यह बहुत महत्वपूर्ण है. പരിവഹൻ വ്യവസ്ഥ എന്ന് വെച്ചാൽ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്. അപ്പോൾ ഖരാബ് പരിവഹൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുവർ ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ പുവർ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ഉള്ള ഏരിയയിലാണെങ്കിൽ എന്താണ്, ഈ സൈക്കിളിൻ്റെ പോകുന്നത് വളരെ മഹത്വപൂർണ്ണമുള്ളൊരു കാര്യമാണ് അവിടെ ഉള്ളത്. കാര്യം എന്താ, അവിടെ പെട്ടെന്ന് പോയിട്ട് വരാം സൈക്കിൾ ഉണ്ടെങ്കിൽ. दूसरे, इससे इन्हें इतना समय मिल जाता है कि ये अपने सामान बेचने पर ज़्यादा ध्यान केंद्रित कर पाते हैं. പിന്നെ ഈ വേറൊരു കാര്യം ഈ സൈക്കിളിൻ്റെ പ്രയോജനം എന്താണെന്ന് വെച്ചാൽ സമയം ലാഭിക്കാമല്ലോ. ഈ ലാഭിക്കുന്ന സമയമെടുത്ത് അവർക്ക് കൂടുതൽ സമയം അവർക്ക് അവരുടെ കച്ചവടത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. तीसरे, इससे ये और अधिक इलाकों में जा पाती है. പിന്നെ ഇവർക്ക് എന്താണ്, കൂടുതൽ ഏരിയാസിൽ സൈക്കിൾ ഉണ്ടെങ്കിൽ ഒരു ബസ്സിൽ പോകുന്നതിനെക്കാട്ടിലും കൂടുതൽ ഏരിയാസിലും ഊടുവഴികളിലും ഉൾപ്രദേശങ്ങളിലും എല്ലാം അവർക്ക് പോകാൻ പറ്റും. अंतिम बात यह है कि अगर आप चाहे तो इससे आराम करने का काफ़ी समय मिल सकता है. പിന്നെ അവസാനത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ 3 കാര്യം കൂടാതെ ഇനി ഈ സൈക്കിൾ പോയിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് എന്താണ് ആ ലാഭിക്കുന്ന സമയം കൊണ്ട് കുറച്ച് നേരം ലേഡീസിന് റെസ്റ്റ് എടുക്കാം. जिन छोटे उत्पादकों को बसों का इंतज़ार करना पड़ता था, बस स्टॉप तक पहुंचने के लिए भी पिता, भाई, पति या बेटों पर निर्भर रहना पड़ता था. അപ്പം ഈ നേരത്തെയൊക്കെ ആണെങ്കിൽ അവർക്ക് ബസ് സ്റ്റോപ്പിൽ പോകണമെങ്കിൽ അച്ഛനെയോ ഭർത്താവിനെയോ മക്കളെയോ ആരെങ്കിലുമൊക്കെ ഒന്ന് അവർക്ക് ആരെങ്കിലുമൊക്കെ അവരെ സഹായിച്ചാലേ ഈ ലേഡി കച്ചവടക്കാർക്കൊക്കെ പുറത്തേക്ക് പോകാൻ പറ്റത്തുണ്ടായിരുന്നു. वे अपना सामान बेचने के लिए कुछ गिन चुने गांवों तक ही जा पाती थी. അപ്പോൾ അവർക്ക് അവരുടെ സാധനങ്ങൾ വിൽക്കാൻ വളരെ വിരലിലെണ്ണാവുന്ന ഗ്രാമങ്ങളിലൊക്കെ അവർക്ക് പോകാൻ പറ്റത്തുണ്ടായിരുന്നുള്ളൂ. കുച്ച്കോ പൈദൽ ഹി ജാനാ പടുത്താത്ത, പൈദൽ ജനാന്ന് വെച്ചാൽ നടന്നു പോവുക, ചിലർക്കൊക്കെ നടന്നു പോവേണ്ടി വന്നിരുന്നു. ജിൻകെ പാസ് സൈക്കിൾ നഹി ഹെ വേ അബ് ബി പൈദൽ ഹി ജാത്തി ഹെ. ആരുടെ അടുത്തൊക്കെയാണോ സൈക്കിൾ ഇല്ലാത്ത അവരൊക്കെ ഇപ്പോഴും നടന്നു തന്നെയാണ് പോകുന്നത്. फिर उन्हें बच्चों की देखभाल के लिए या पीने का पानी लाने जैसे घरेलू कामों के लिए भी जल्दी ही भागकर घर पहुंचना पड़ता था. പിന്നെന്താണ്,
വെള്ളം കൊണ്ടുവരാനും പിന്നെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഈ ലേഡീസിനെ നോക്കണ്ടേ. അപ്പോൾ അതൊക്കെ ചെയ്യണമെങ്കിലും അവർക്ക് എന്താണ് പെട്ടെന്ന് തന്നെ ഓടി അവർക്ക് വീട്ടിൽ തിരിച്ചെത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു. अब जिनके पास साइकिल है वे सारा काम बिना किसी दिक्कत के कर लेती है. അപ്പോൾ സൈക്കിൾ ഉള്ളവർക്ക് എന്താണ് സർവ്വ ജോലികളും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ചെയ്യാൻ പറ്റും. इसका अर्थ यह हुआ कि अब आप किसी सुनसान रास्ते पर भी देख सकते हैं और देख सकते हैं कि कोई युवा माँ साइकिल पर आगे अपने बच्चे को बैठाए पीछे कैरियर पर सामान लादे चली जा रही है. वह अपने साथ पानी से भरे 2 या 3 बर्तन के लिए अपने घर या काम पर जाती देखी जा सकती है. അപ്പം എന്താണ് അപ്പോൾ ഈ സ്ത്രീകൾ എന്താണ് ഈ സൈക്കിളിൽ തന്നെ പോകുന്ന വഴിക്ക് അവർ വെള്ളം കൊണ്ടുവരാൻ സൈക്കിളിൽ പോകുന്നു, അവർ കുട്ടികളെ വെച്ചുകൊണ്ട് പോകുന്നു, പിന്നെ സാധനങ്ങൾ മേടിച്ചു കൊണ്ടും വിറ്റതിന് ശേഷവും അവർ ഈ സൈക്കിളിൽ പോകുന്നു കൊച്ചുങ്ങളെയും കൊണ്ട് പുറത്തേക്കും അകത്തേക്കും. അങ്ങനെ നമുക്ക് ഈ ഒരു കാഴ്ച സ്ഥിരമായിട്ട് തന്നെ നമുക്ക് അവിടെ കാണാൻ പറ്റും. കാര്യം എന്താണ് ലേഡീസ് ഫുൾ എൻഗേജ്ഡ് ആണ്. അവർക്ക് അവരുടെ ആവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഈ സൈക്കിളിലൂടെ അവർക്ക് നടക്കും. अन्य पहलुओं से ज़्यादा आर्थिक पहलू पर अन्य पहलुओं से ज़्यादा आर्थिक पहलू पर ही देना गलत है. അപ്പം ഈ ഇതിന് കൊണ്ടുണ്ടാകുന്ന ഗുണം എന്ന് വെച്ചാൽ നമുക്ക് പൈസയുടെ ഒരു പ്രയോജനമുണ്ട്. അപ്പം പിന്നെ നമ്മൾ ബാക്കിയുള്ള അപ്പോൾ ഈ പൈസയുടെ ഒരു ഗുണത്തെക്കാട്ടിലും ഉപരിയായിട്ട് നമ്മൾ മറ്റു കാര്യങ്ങളും ഇതിലൂടെ കിട്ടുന്നുണ്ട്. പൈസയാണ് ഏറ്റവും വലുതെന്ന് പറയുന്നത് തെറ്റാണ്. ഈ സൈക്കിളിൽ പോകുന്നത് കൊണ്ട് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും എന്ന് പറയുന്നത് തെറ്റാണ്. കാര്യം അതിലും ഉപരിയായിട്ട് നമുക്ക് ഒരുപാട് സംവിധാനങ്ങൾ ഒരുപാട് റെസിപ്റ്റുകൾ ഇതുവഴി കിട്ടുന്നുണ്ട്. साइकिल प्रशिक्षण से महिलाओं के अंदर आत्मसम्मान की भावना पैदा हुई है. यह बहुत महत्वपूर्ण है. അപ്പം നമ്മളിവിടെ പൈസയുടെ കാര്യമല്ല, അപ്പം മറ്റുള്ള കാര്യങ്ങൾ എന്താണ് ഈ സൈക്കിൾ ട്രെയിനിങ് വഴി ലേഡീസിൻ്റെ ഉള്ളിൽ എന്താണ് സെൽഫ് റെസ്പെക്റ്റ് ആത്മസമ്മാൻ അവരുടെ ഉള്ളിൽ സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാകുന്നു. അതൊരു മഹത്വപൂർണ്ണമായ കാര്യമല്ലേ. അതൊരു പക്ഷേ പൈസ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും വലിയൊരു കാര്യമാണ് ഓരോ ലേഡീസിനും സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാകുക എന്നുള്ളത്. फातिमा का कहना है बेशक यह मामला केवल आर्थिक नहीं है. ഫാത്തിമ പറയുകയാണ് യാതൊരു സംശയവുമില്ല, ബേശക് എന്ന് വെച്ചാൽ യാതൊരു സംശയമില്ല, ഇത് പൈസയ്ക്ക് വേണ്ടി മാത്രമല്ല. फातिमा ने यह बात इस तरह कही जिससे मुझे लगा कि मैं कितनी മൂർഖതാപൂർണ്ണ ढंग से सोच रहा है. അപ്പം ഫാത്തിമ പറഞ്ഞപ്പം ഞാൻ ഈ ലേഖക ചിന്തിച്ചത് എന്താണ്, ഇത് പൈസ ഉണ്ടാക്കാനുള്ള ഒരു പ്രയോജനഫലം ലേഖൻ്റെ മൈൻഡ് ആദ്യം വന്നു. പക്ഷേ ഫാത്തിമ എന്താണ് ഒരു ആ ഏരിയയിൽ എന്താണ് വൈകുന്നേരം നമ്മൾ മുമ്പേ പഠിച്ചായിരുന്നല്ലോ വാടകയ്ക്ക് സൈക്കിൾ എടുത്ത് അവളുടെ ആഗ്രഹത്തിന് ഓടിക്കുന്നത്. പുള്ളിക്കാർ പറയുകയാണ് ഇതൊരു എന്താണ് പൈസ സമ്പാദിക്കുന്ന കാര്യം മാത്രമല്ല. ഉസസെ ആകെ അവൾ പിന്നെ പറഞ്ഞു എന്താണ് സൈക്കിൾ ചലാനെ സെ മേരി കോൺ സി കമായി ഹോത്തി ഹെ. ഫാത്തിമയ്ക്ക് സൈക്കിൾ ഓടിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് മണി സേവിങ് ഒന്നുമില്ല. കാര്യം അങ്ങോട്ട് പൈസ കൊടുത്താണ് ഫാത്തിമ വാടകയ്ക്കെടുത്ത് സൈക്കിൾ ഓടിക്കുന്നത്. അതാണ് മൈത്തോ പൈസ ഹി ഗവാത്തി ഹും. ഗവാനെന്ന് വെച്ചാൽ ടു ലൂസ്, നമ്മുടെ കയ്യിൽ നിന്ന് പോവുക. അപ്പോൾ ഫാത്തിമ കയ്യിൽ നിന്നും പൈസ കൊടുത്തിട്ടാണ് ഈ സൈക്കിൾ ഓടിക്കുന്നത്. മേരെ പാസ് ഇത്തനെ പൈസ നെഹി ഹേ കി മൈ സൈക്കിൾ ഖരീദ് സക്കൂ. അപ്പോൾ ഫാത്തിമയുടെ ആഗ്രഹത്തിന് സൈക്കിൾ മേടിക്കാനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ടാണ് അവൾ വാടകയ്ക്ക് സൈക്കിൾ എടുത്ത് ഓടിക്കുന്നത്. लेकिन हर शाम मैं किराए पर साइकिल लेती हूँ ताकि मैं आज़ादी और खुशहाली का अनुभव कर सकूँ. അപ്പോൾ ഈ ഫാത്തിമ എന്തിനാണ് ഈ വൈകുന്നേരം സൈക്കിൾ വാടകയ്ക്ക് എടുത്ത് ഓടിക്കുന്നത്? കാരണം അതുകൊണ്ട് അവൾക്ക് ഉണ്ടാകുന്നൊരു ഫീലിംഗ് എന്താണ് ഇൻഡിപെൻഡൻസിൻ്റെയും ഒരു ഹാപ്പിനെസ്സിൻ്റെയൊക്കെ ഒരു ഫീലിംഗ് അവൾക്ക് അനുഭവിക്കാൻ വേണ്ടിയാണ് ഫാത്തിമ ഈ സൈക്കിള് ഓടിക്കുന്നത്. पुदुकोट्टई पहुँचने से पहले मैंने इस विनम्र सवारी के बारे में കബി ഇസ് തര സോച്ചാ ഹി നഹിത്ത. അപ്പോൾ പുതുക്കോട്ടയിൽ വരുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള ഒരു സവാരിയെക്കുറിച്ച് ഞാൻ ഒരുപാടൊന്നും ലേഖനം ചിന്തിച്ചിരുന്നില്ല. मैंने कभी साइकिल को आज़ादी का प्रतीक नहीं समझता था.
ലേഖനൊരിക്കലും സൈക്കിൾ ഒരു ഇൻഡിപെൻഡൻസിൻ്റെയൊക്കെ ഒരു സിമ്പിളാണെന്നുള്ള കാര്യമുള്ള അങ്ങനെ ഒരു അറിവൊന്നും ലേഖന് ഇല്ലായിരുന്നു. एक महिला ने बताया, लोगों के लिए यह समझना बड़ा कठिन है कि ग्रामीण महिलाओं के लिए यह कितनी बड़ी चीज़ है. അപ്പം ആളുകൾക്ക് പുറത്തുള്ള ആളുകൾക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ ഒരു പക്ഷേ പ്രയാസമായിരിക്കും. ഈ ഗ്രാമീൺ മഹിളകൾ എത്രമാത്രം ഈ സൈക്കിളിന് വില കൽപ്പിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചുള്ള സൈക്കിൾ വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ്. उनके लिए तो यह हवाई जहाज उड़ाने जैसी बड़ी उपलब्धि है. അവർക്കിതൊക്കെ ഒരു എന്താണ്, നമ്മളൊരു എയ്റോപ്ലെയിനൊക്കെ ഓടിക്കുന്ന ഒരു സന്തോഷമാണ്. അതൊക്കെ ആ ഒരു സന്തോഷമാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. लोग इस पर हंस सकते हैं, लेकिन केवल यहाँ की औरतों ही समझ सकती है कि उनके लिए यह कितना महत्वपूर्ण है. ആളുകൾ ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചിരിക്കുമായിരിക്കും. പക്ഷേ ലേക്കിൻ കേവൽ യഹാക്കി ഔരത്തെ ഹി, ഇവിടുത്തെ ലേഡീസിനെ മാത്രമേ അത് മനസ്സിലാക്കത്തുള്ളൂ. സമജ് ശക്തി ഹേ, സമജ് ശക്തി എന്ന് വെച്ചാൽ മനസ്സിലാകുക. എന്ത് മനസ്സിലാവുന്നത്? ഇത് എത്രമാത്രം മഹത്വപൂർണ്ണമാണെന്നുള്ള കാര്യം ആ നാട്ടിലെ ലേഡീസിനെ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. जो पुरुष इसका विरोध करते हैं वे जाए और टहले, क्योंकि जब साइकिल चलाने की बात आती है वे महिलाओं की बराबरी कर ही नहीं सकते. അപ്പം ഈ ആളുകൾ ഇതിനെയൊക്കെ എതിർക്കുന്ന പുരുഷന്മാരൊക്കെ ഉണ്ട്. അപ്പം അവർ ഈ പെണ്ണുങ്ങൾ സൈക്കിൾ ഓടിക്കുന്നൊരു കാര്യം വരുമ്പം ഒരിക്കലും എന്താണ്, പെണ്ണുങ്ങളുടെ കൂടെ പിടിച്ചു നിൽക്കാൻ പലപ്പോഴും ആണുങ്ങൾക്ക് പറ്റിയെന്ന് വരില്ല. ഇപ്പം ഒരു കാര്യം നമ്മൾ ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ മിക്കവാറും എന്താണ്, ആണുങ്ങൾ ജോലിക്ക് പോവുക, അവരതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, തിരിച്ചു വരിക, പൊതുവേ ഉള്ളൊരു കാര്യമാണ്. പക്ഷേ ലേഡീസ് ആകുമ്പോൾ എന്താണ്, ജോലി, കുട്ടികൾ, ഒരുപാട് കാര്യങ്ങൾ ഒരു സമയത്ത് ചെയ്യും. അപ്പം ഒരു സൈക്കിൾ യഥാർത്ഥത്തിൽ കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നത് ലേഡീസ് തന്നെയാണ്. ബരാബരി എന്ന് വെച്ചാൽ ഈക്വൽ, അതായത് അതിന് കമ്പയർ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ളൊരു മീനിങ് വരും. അപ്പം ഈ പാഠം കഴിഞ്ഞു. ഇത് എഴുതിയത് പി സായിനാഥാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.